ഹലോ നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ഫിഷ് ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ഒരു ചെറിയ ജാറിലേക്ക് ഒരു 1.25 സ്പൂണ് പെപ്പർ, പിന്നെ 1 സ്പൂണ് ജീരകം, ഇത് രണ്ടും നല്ലോണം ഒന്ന് പൗഡറാക്കി എടുക്കാൻ പോവാണ്. പിന്നെ വേറൊരു പ്ലേറ്റിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പെപ്പർ ഗ്രൈൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ 1 സ്പൂണ് കൊറിയാണ്ടർ പൗഡർ, പിന്നെ ഒരു 1/4 സ്പൂണ് എന്താ പറയുക ഗരം മസാല, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പൗഡറാക്കിയിട്ടുള്ള പെപ്പറും ജീരകത്തിൻ്റെയും പൊടി, അത് എടുത്തത് മൊത്തം ഇടാവേ. എന്നിട്ട് അതിലേക്ക് 2 സ്പൂൺ കോൺഫ്ലവർ ഇടാണ്, ഈ മസാലയൊക്കെ നല്ലോണം ഒന്ന് ബൈൻഡ് ആകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ കോൺഫ്ലവർ ഇട്ടതിന് ശേഷം 1 സ്പൂൺ ചില്ലി വിനീഗർ അതും കൂടെ ഒഴിച്ച് നമുക്കിത് നല്ലോണം ഒന്ന് പേസ്റ്റ് ആക്കാം. ഒരു 2 സ്പൂൺ വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്, നല്ലോണം ഒന്ന് പേസ്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ലോണം ഒന്ന് യോജിപ്പിച്ചിട്ട് നല്ലൊരു പേസ്റ്റ് ആക്കാം. എന്നിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള, ഞാനിവിടെ എടുത്തിരിക്കുന്നത് വഞ്ചിര മീനാണ്, സിയർ ഫിഷ്. അപ്പോൾ 2 പീസ് എടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള മസാലയാണ് ഞാനിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ കുറേശ്ശെ നമുക്ക് ഓരോന്നിലും നല്ലോണം തേച്ച് പിടിപ്പിക്കാം. ഇതുപോലെ മെല്ലെ ഹാൻഡിൽ ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഫിഷ് പെട്ടെന്ന് തന്നെ പൊട്ടും. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് എടുത്ത് 2 സൈഡും മറിച്ചിട്ട് നല്ലോണം മസാല ചേർത്ത് കൊടുക്കാം. നമ്മളപ്പോൾ ഒരു 20 മിനിറ്റ് മാരിനേഷന് വെക്കണം. 20 മിനിറ്റ് ആയതിന് ശേഷം ഞാനിവിടെ അടുപ്പത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അത് ചൂടായതിന് ശേഷം കുറച്ച് എണ്ണ ഒഴിക്കാം. അതിന് ശേഷം കുറച്ച് കറിവേപ്പില അതിലേക്കിടാം. ഇത് നമ്മുടെ മീനിനൊരു നല്ല ഫ്ലേവർ കൊടുക്കും. അപ്പോൾ കറിവേപ്പിലയൊക്കെ നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് ഗ്യാസ് സിം ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത ഫിഷ് മെല്ലെ വെച്ച് കൊടുക്കാം. ഇത് വെക്കുമ്പോൾ ചെറിയ തീയിൽ തന്നെ വെക്കണം, ഇല്ലെങ്കിൽ എണ്ണ നമ്മുടെ മേത്തോട്ട് തെറിക്കും. അപ്പോൾ സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം. ടോട്ടൽ ഒരു 10 മിനിറ്റ് മതിയാവും. ഇടയ്ക്കിടയ്ക്കൊന്ന് ചെക്ക് ചെയ്യുക. ആ അടുത്ത ഭാഗം ബ്രൗൺ ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാവുന്നതാണ്. ഒരു ഭാഗം വെന്തിട്ടുണ്ട്, ഞാനിപ്പോൾ തിരിച്ചിടാണ്. 2 പീസ് നമുക്കിപ്പോൾ തിരിച്ചിടാം. എന്നിട്ട് ഒരു 5 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നല്ലോണം മൊരിഞ്ഞ് മസാലയൊക്കെ പിടിച്ച് അടിപൊളിയായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടിപൊളി മണവും കൂടാണ്. ഈ മസാല എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ എനിക്കാണെങ്കിൽ നല്ല പനി പിടിച്ചിരിക്കുകയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ചോറും രസവും ഫിഷ് ഫ്രൈയും കൂടാണ്. എല്ലാവരും ഒന്ന് ഇത് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. എൻജോയ്. താങ്ക് യു.